ഏറ്റവും അടിയിലാണ്, ഏകദേശം 1-2 കിലോമീറ്റർ അടിയിലാണ് ഈ ഒരു യുറേനിയം സമ്പുഷ്ടീകരണം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇറാന്. അപ്പോൾ അവർക്ക് മിലിറ്ററിക്കാരായിട്ട് കരയുദ്ധം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റോ എന്തെങ്കിലും ഒരു കാര്യം നടന്ന് അവിടെ ചെതറിപ്പിക്കുക എന്നുള്ളൊരു പ്ലാന് കൂടിയിട്ടാണ് ഈ 10,000 പേര് 10 ലക്ഷം പേരുടെ മുന്നിലേക്ക് അയക്കുന്നത്. ഏകദേശം ഒരു 10 പേരെങ്കിലും, ബാക്കി 9,000 പേരും കരയുദ്ധത്തിൽ ഔട്ടായി പോകുക എന്നുണ്ടെങ്കിലും ബാക്കി 1000 പേരോ അല്ലെങ്കിൽ ഒരു 500 പേരെങ്കിലും ആ ഒരു യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൊട്ടിച്ചെതറിപ്പിക്കുക എന്നുണ്ടെങ്കിൽ മൊത്തം മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ഔട്ടോ. അവരുടെ മിലിറ്ററി എത്ര പേരുണ്ടെന്ന് അറിയോ? ഇറാന്റെ മിലിറ്ററി ഏകദേശം 10 ലക്ഷം പേരാണുള്ളത്. 1-2 പേരല്ല, 10 ലക്ഷം പേർക്കാണ് ഈ 4,000. അതേപോലെ ഇസ്രായേലിന്റെ 6,000 ഏകദേശമൊക്കെ ചേർത്തുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 പേര് ഈ ഒരു 10 ലക്ഷം ആളുകളുടെ മുന്നിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ ആളുകൾ ഏകദേശം 1 കോടി ജനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം ആ ഒരു മിഡിൽ ഈസ്റ്റ് സൈഡിൽ അറേബ്യൻ കൺട്രിയിൽ ഏകദേശം ഒരു 30-40 ലക്ഷം ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, സുൽഫിയാണ്. നമ്മൾ യുദ്ധത്തിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോസിൽ വന്നിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ യുദ്ധം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും, മറ്റന്നാൾ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യുദ്ധം അവസാനിക്കണ പോലെ ഇല്ല കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തന്നെ ഇപ്പം യുദ്ധത്തിൻ്റെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാവുകയാണ്. യുദ്ധം അതിഭയാനകമായിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം 2-3 ദിവസം മുന്നൊക്കെ ഇറാൻ്റെ അണുശേഖരങ്ങൾ വെച്ചിട്ടില്ല, അവിടേക്കൊക്കെയാണ് ഇപ്പോൾ റോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്നും ലീക്കേജ് ആയിട്ടില്ല. അതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ താഴ്ചയിലൊക്കെയാണ് അവർ യുറേനിയം ശേഖരത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ളത്. അത് കാരണം തന്നെ ബങ്കർ ബസ്റ്റ് ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90 മീറ്റർ 100 മീറ്റർ ആഴം വരെയാണ് അത് പൊട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു മല നിങ്ങളുടെ വീടിൻ്റെ മുന്നിലോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലുമൊക്കെ ഒരു മല നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഏകദേശം നമ്മൾ ഇരിക്കുന്ന ആ ഒരു മലൻ്റെ ഹൈറ്റ് ഏകദേശം 1 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഒരു മലൻ്റെ വീണ്ടും നമ്മൾ ഇരിക്കണതിൻ്റെ വീണ്ടും അടിയിലേക്ക് അവർ അണ്ടർഗ്രൗണ്ട് ഒരു 1 കിലോമീറ്റർ താഴത്താണ് ഈ യുറേനിയൊക്കെ സമ്പുഷ്ടീകരണമൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കണക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ താഴ്ചയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ മറ്റേ ബങ്കർ ബസ് ബോംബൊക്കെ അല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 മീറ്ററൊക്കെയാണ്, ഇല്ലെങ്കിൽ ഒരു 150 മീറ്ററൊക്കെ ആഴത്തിലൊക്കെയാണ് പൊട്ടുള്ളൂ. അത് കാരണം കൊണ്ട് ഒരുപാട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും ഒരുപാട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇസ്രായേൽ അതിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ യാതൊരു കുഴപ്പമില്ല, ലീക്കേജ് കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിലെങ്ങാനും വന്ന് ഒരു ചെറിയൊരു സ്ഥലത്തൊരു ലീക്കേജ് ആയിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ മൊത്തം കംപ്ലീറ്റ് നശിച്ചു പോകും. അത് മാത്രമല്ല, അടുത്തുള്ള ഗൾഫ് നാടുകൾ എല്ലാം അതിൻ്റെ ലീക്കേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ആർക്കും സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഒന്നും പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പേടിപ്പെടുത്താൻ പറയല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ അതിൽ തന്നെയാണ് നിരന്തരമായിട്ട് ഇസ്രായേൽ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരുപാട് ഒരേ ഭാഗത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് ലീക്ക് ആവാതിരിക്കട്ടെ. പക്ഷെ എങ്ങാനും ലീക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിട്ടാണ് പോകുന്നത്. സാധാരണ ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകളാണ് യുദ്ധത്തിൻ്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾ കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ശരി എങ്ങനെയെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഇപ്പം കരയുദ്ധം നടക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ മനസ്സിലേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നത്. കരയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ പട്ടാളം ഏകദേശം 4,000 പട്ടാളക്കാരെ റെഡിയാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയണത്. ഇനി ഇന്നോ നാളെ മറ്റന്നോ ഏകദേശം ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇറാൻ്റെ ഉള്ളിൽ കയറി കരയുദ്ധത്തിനുള്ള ആക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, അമേരിക്കയുടെ പട്ടാളത്തിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ പട്ടാളം ഇനി എത്ര പോകുന്നുണ്ട് അറിയില്ല. ഏകദേശം എങ്ങനെ കണക്കാക്കിയാലും ഒരു 10,000 മിലിറ്ററിക്കാർ ഇറാൻ്റെ ഉള്ളിലേക്ക് ഏത് നിമിഷവും ഇന്നോ നാളെ മറ്റന്നോ ഏത് സമയവും കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ ആളുകൾ ഏകദേശം 1 കോടി ജനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം ആ ഒരു മിഡിൽ ഈസ്റ്റ് സൈഡിൽ അറേബ്യൻ കൺട്രിയിൽ ഏകദേശം ഒരു 30-40 ലക്ഷം ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നോക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിലിറ്ററി കയറി ഇറാൻ്റെ ഉള്ളിൽ അടിക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ മിലിറ്ററി എത്ര പേരുണ്ടെന്ന് അറിയോ? ഇറാൻ്റെ മിലിറ്ററി ഏകദേശം 10 ലക്ഷം പേരാണുള്ളത്. 1-2 പേരല്ല, 10 ലക്ഷം പേർക്കാണ് ഈ 4,000. അതേപോലെ ഇസ്രായേലിൻ്റെ 6,000 ഏകദേശമൊക്കെ ചേർത്തുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 പേര് ഈ ഒരു 10 ലക്ഷം ആളുകളുടെ മുന്നിലേക്കാണ് പോകുന്നത്.
അപ്പം തന്നെ എനിക്ക് ചെറിയൊരു മൈൻഡിൽ എന്തോ ഒരു കാര്യം പക്ഷേ ഇതാവുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലൊന്നും അത്ര പെട്ടെന്ന് 10 ലക്ഷം ആളുകളുടെ മുന്നിലേക്ക് അവരുടെ 10,000 മിലിറ്ററിക്കാരെ എന്തായാലും ഇട്ട് കൊടുക്കില്ല. അവർ 10 ലക്ഷം ആളുകളുണ്ട് അവിടെ മുന്നിലേക്ക്, എന്തായാലും 10,000 പേര് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലേക്ക് എന്തോ ഒരു സംതിങ് റോങ് പോലെ. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്കൊന്ന് സൂചിപ്പിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവരുടെ നോക്കം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇറാൻ്റെ ഉള്ളിലേക്ക് കയറി അടിക്കുക, എന്നിട്ട് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണമല്ലേ ആ ഒരു പ്ലാന്റിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ളത് തന്നെ ആയിരിക്കും. അത് എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അത് ഇതുവരെ ഇവർക്കും ആർക്കും അറിഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ സാധാ ഡ്യൂപ്ലിക്കേറ്റ് ഡെമ്മി ആയിട്ടാണ് എല്ലാവരുടെയും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ മറ്റേ ബങ്കർ ബസ്ക് ബോംബ് ഇട്ടിട്ടും അതേപോലെ മിസൈൽ ഇട്ടിട്ടൊക്കെ ഇവർ അടിച്ചിട്ടുള്ളത്. പക്ഷേ ഒറിജിനൽ യുറേനിയം ശേഖരിച്ച് അതിൻ്റെ മേലെ ഇന്നേ വരെ ഒരു മിസൈൽ പതിച്ചിട്ടില്ല. അതിൻ്റെ സൈഡും ഭാഗങ്ങളിലൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷേ ലീക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പക്ഷേ അപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവം പിടികിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ എന്ത് ബോംബിട്ടാലും നശിക്കില്ല എന്നുള്ളത്. അത് മലൻ്റെ ഏറ്റവും അടിയിലാണ്, ഏകദേശം 1-2 കിലോമീറ്റർ അടിയിലാണ് ഈ ഒരു യുറേനിയം സമ്പുഷ്ടീകരണം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇറാന്. അപ്പോൾ അവർക്ക് മിലിറ്ററിക്കാരായിട്ട് കരയുദ്ധം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റോ എന്തെങ്കിലും ഒരു കാര്യം നടന്ന് അവിടെ ചെതറിപ്പിക്കുക എന്നുള്ളൊരു പ്ലാന് കൂടിയിട്ടാണ് ഈ 10,000 പേര് 10 ലക്ഷം പേരുടെ മുന്നിലേക്ക് അയക്കുന്നത്. ഏകദേശം ഒരു 10 പേരെങ്കിലും, ബാക്കി 9,000 പേരും കരയുദ്ധത്തിൽ ഔട്ടായി പോകുക എന്നുണ്ടെങ്കിലും ബാക്കി 1000 പേരോ അല്ലെങ്കിൽ ഒരു 500 പേരെങ്കിലും ആ ഒരു യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൊട്ടിച്ചെതറിപ്പിക്കുക എന്നുണ്ടെങ്കിൽ മൊത്തം മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ഔട്ടോ. അതാണ് ലക്ഷ്യം എന്ന് എനിക്കുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിനേക്കായി നമ്മൾ ഒരുപാട് പുറത്തുള്ള ന്യൂസുകളാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ട്രംപിൻ്റെ വായെന്ന് തന്നെ ഇപ്പോൾ 2-3 ദിവസം മുന്നേ നമുക്ക് തന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ട്രംപ് തന്നെ പറഞ്ഞാണ് കേട്ടോ പത്രക്കാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത്. ഇറാനിലെ മിലിറ്ററി പറഞ്ഞു ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അവരുടെ മേത്ത് തന്നെ അവർ അണുബോംബ് ന്യൂക്ലിയർ ബോംബ് ഫിറ്റ് ചെയ്ത് അവർ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അവർ തന്നെ സ്വയം പൊട്ടി ഇതാകും എന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് സാധ്യമല്ല. നമ്മളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് പോകാൻ പറ്റിയ ഒരു ബോംബല്ല ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്. അതിന് തനിയായിട്ടൊരു ബേസ് വേണം, തനിയായിട്ട് സ്ഥലം വേണം, എന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോൾ ട്രംപ് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സംതിങ് റോങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക പുതിയതായിട്ട് വല്ല പ്ലാനിങ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പം 4,000 പേര് ഇപ്പോൾ വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കുറച്ചാളുകളും കൂടിയ 10,000 എന്ന് കണക്കാക്കുക. ആ 10,000-ന്റെ പേരിൽ 1,000 പേരുടെ മേത്തെങ്ങാനും അവർ ഈ ഒരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു 10 ലക്ഷം മിലിറ്ററിക്കാരൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഉള്ളിൽ പോയിട്ട് പൊട്ടിച്ചെതറിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഇറാൻ മൊത്തം നശിപ്പിക്കാൻ പറ്റും. അത് വല്ല പുതിയത് കണ്ടുപിടിച്ചോ? അമേരിക്കയല്ലേ ഒരുപാട് ടെക്നോളജിയിലൊക്കെ മുൻനിരയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ഊഹങ്ങളാണ് കേട്ടോ. എന്താ വെച്ചാൽ ട്രംപിൻ്റെ വായെന്ന് തന്നെ 3-4 ദിവസം മുന്നേ പത്രക്കാർക്ക് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇറാനിലെ ആളുകളുടെയൊക്കെ മേത്ത് മറ്റേ ന്യൂക്ലിയർ ബോംബ് വെച്ച് അവർ എല്ലാ ഭാഗത്തേക്കും പോയി ലോകം മൊത്തം ഭീഷണിയാവാൻ ചാൻസ് നിന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാക്കിന്ന് ഞാൻ എടുത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ 4,000 മിലിറ്ററിക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാവില്ല എന്ന്? അപ്പോൾ അവർ അത്രയ്ക്ക് വലിയ വിഡ്ഢികളൊന്നും അല്ലല്ലോ. ഈ ഒരു 10 ലക്ഷം മിലിറ്ററിക്കാരുടെ മുന്നിലേക്ക് ഈ ഒരു 10,000 പേര് ചെന്ന് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് എൻ്റെ ഒരു ഊഹം മാത്രമാണ് കേട്ടോ. അത് വേറൊരു ഊഹമൊന്നുമല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അപ്പോൾ കരയുദ്ധം എന്തായാലും 100% ഉറച്ചിട്ടുണ്ട്. കരയുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എന്തായാലും വരും. അതിനുള്ള എല്ലാം സജ്ജമായി കഴിഞ്ഞു കേട്ടോ. അതേപോലെ ഇറാൻ ഏകദേശം എല്ലാ മിലിറ്ററിക്കാരും എല്ലാ ആളുകളൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. അതേപോലെ അമേരിക്ക, ഇസ്രായേൽ എല്ലാം കരയുദ്ധത്തിലേക്ക് പോയി അടിച്ച് ഇതാവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും കരയുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തോക്ക് വെച്ചിട്ട് ഉള്ളൊരു വെടിയാണെന്ന്. പക്ഷേ ഇത് അവിടം കൊണ്ട് അവസാനിക്കില്ല, ഒരിക്കലും അവിടം കൊണ്ട് അവസാനിക്കില്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ മൊത്തം 1 കോടി പേരുണ്ട് മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം 40 ലക്ഷം ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ഈ ഒരു മിലിറ്ററിക്കാരും ആയാലും അതേപോലെ ഇറാൻ്റെ മിലിറ്ററി ആയാലും അമേരിക്കയുടെ മിലിറ്ററി ആയാലും ഇസ്രായേലിൻ്റെ മിലിറ്ററി ആയാലും നമ്മുടെ പോലുള്ള മനുഷ്യരാണ് അവരൊക്കെ. പക്ഷെ അവരൊക്കെ
ഈ ഒരു യുദ്ധത്തിൻ്റെ പേരിൽ ബലിയാടാവുന്നത് പറയുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഒരു വിഷമമുണ്ട്. അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് ഇതൊരു ഒത്തുതീർപ്പിലേക്കായി എത്രയും പെട്ടെന്ന് നിൽക്കട്ടെ. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് യാതൊരു വിധത്തിലും അവർക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ. യുദ്ധം ഒരു ചർച്ചയിലൂടെ എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഈ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ഒരുപാട് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് കടലിടുക്ക് അടച്ച് പെട്രോൾ വരാനില്ല, ഗ്യാസ് കിട്ടാനില്ല, അതേപോലെ ഒരുപാട് ഇരുമ്പ്, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ആ ഒരു മേഖലയിൽ നിന്ന് വരുന്നതും എല്ലാം ഡിമാൻഡാണ്. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ നമ്മുടെ കേരളത്തിൽ വരുന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ പെട്രോളിൻ്റെ റേറ്റൊക്കെ ഒരുപാട് കൂട്ടാഞ്ഞത്. ഇപ്പോൾ 2 ദിവസം മുന്നേ 5 രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് 10 രൂപ കുറച്ച് തന്നിട്ട് പെട്രോളിൻ്റെ റേറ്റ് അതേ റേറ്റിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എന്തായാലും റോക്കറ്റ് പോലെ പെട്രോൾ വില കയറും എന്നതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഈ ഇലക്ഷൻ്റെ കാരണം മാത്രമാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെയുള്ള അരി, മണ്ണെണ്ണ, പെട്രോൾ, അതേപോലെയുള്ള എല്ലാ സാധനങ്ങളും, ധാന്യങ്ങൾ, മനുഷ്യൻ കഴിക്കാവുന്ന ഭക്ഷണം കഴിക്കാവുന്ന എല്ലാ സാധനങ്ങൾക്കും ഡബിൾ റേറ്റ് ആവും എന്നുള്ളതിൽ യാതൊരു വ്യത്യാസമില്ല കേട്ടോ. ഇപ്പോൾ 1-2 കപ്പലൊക്കെ കടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ അനുമതിയോട് കൂടിയിട്ട് കുറച്ച് ഒരു കപ്പലിന് ഏകദേശം 8 കോടി രൂപയോളം അവർ ടോൾ പിരിവ് കൊടുത്തിട്ടാണ് ഇപ്പോൾ കപ്പൽ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കരയുദ്ധം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലും വരില്ല. അതേപോലെ തന്നെ കരയുദ്ധം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൊന്നും നമ്മൾ യഥാർത്ഥ കരയുദ്ധം ഇന്നേ വരെ കണ്ടിട്ടില്ല. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരൊക്കെ യുദ്ധം കഴിഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വാള്, പരിച അതൊക്കെ എടുത്തിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഒരു മനസ്സിലേക്ക് നമ്മളൊരു സങ്കല്പം ഉണ്ടാവും, AK-47 ആണ്, അതുകൊണ്ട് നമുക്കൊക്കെ അതുകൊണ്ട് വെടിവെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള യുദ്ധമായിരിക്കും ആ നാടോട് കൂടി നിൽക്കുന്നു. അല്ല കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിൽ ഭയങ്കരമായ പ്ലാനിങ് ഉണ്ട്. ഈ 4000 മിലിറ്ററി പോണത് മാത്രമല്ല, അതിൻ്റെ ബാക്കിൽ ന്യൂക്ലിയറിൻ്റെ കളി എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അതിനുള്ള 2-3 ദിവസം മുന്നേ അവരുടെ പ്ലാനിലേക്ക് അവർ അടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ്റെ ഇത് യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് അടിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് പ്രാവശ്യം അടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങാനും ലീക്ക് ആകുക എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇറാനിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല, പരിസരത്ത് ഏകദേശം 10-15 നാട് നാശമായി പോകുന്ന കാര്യമാണ്. അപ്പോൾ അവിടുന്ന് മുതൽ പിന്നെ ഒരു സാധനങ്ങളും നമുക്ക് ഇങ്ങോട്ട് വരില്ല, അവിടേക്ക് പോകില്ല. പെട്രോൾ, ഡീസൽ, അതേപോലെ ഒരു സാധനങ്ങളും വരില്ല. അപ്പോൾ ന്യൂക്ലിയറിൻ്റെ കളി ഇതിൽ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ന്യൂക്ലിയറിൽ തന്നെ പോയി നിൽക്കും എന്നുള്ള ഒരിതാണ്. ഇതൊരു വേൾഡ് വാർ ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരൊറ്റ വിലയിരുത്തലാണ്. നിങ്ങൾ ഏകദേശം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ ഏകദേശം ഒരു യുദ്ധം തുടങ്ങുന്ന മുന്നേ തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾക്ക് ഏകദേശം സങ്കല്പിക്കാനുള്ള അറിയാലോ, എല്ലാ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഏകദേശം എത്രയും പെട്ടെന്ന് അവിടെ മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ മലയാളികളായാലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ ആളുകളും അവരവരുടെ സേഫ്റ്റി നോക്കുക. അതേപോലെ ലീവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ പറ്റുമെങ്കിൽ എന്തായാലും വരിക. സേഫ്റ്റി നോക്കുക കേട്ടോ. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ഒരു എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ ഗവൺമെൻറ് ആയിട്ടോ ഇന്ത്യൻ ഗവൺമെൻറ് ആയിട്ടോ ഒരുപാട് നാടുകളൊക്കെ ചേർന്നിട്ട് മധ്യസ്ഥ ചർച്ചയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സൗദി, ഖത്തർ, അങ്ങനെയുള്ള ദുബായ്, അവരൊക്കെ വന്നിട്ട് ഇപ്പോൾ ചർച്ച എങ്ങനെയും ചർച്ചയിലൂടെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ. എത്രയും പെട്ടെന്ന് ചർച്ചയിലൂടെ ഈ ഒരു കാര്യം അവസാനിക്കണേ എന്നുള്ളത്. നമ്മുടെ ആളുകൾക്കൊന്നും ഒന്നും വരുത്തരുത്. യുദ്ധങ്ങളൊന്നും ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. സാധാ നമ്മളെപ്പോലുള്ള ജനങ്ങൾ മാത്രമാണ് കഷ്ടപ്പെടുക. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.